37. ഹലോ സമയം പോകും. തന്നെയാണല്ലോ കിട്ടുന്നത്. ലൈറ്റായിട്ട് അന്നം മുട്ടിച്ചല്ലേ വണ്ടി എടുത്തിട്ട് പോയി വീട്ടിലേക്ക് പോണ്ടേ. ആ വണ്ടിയിലാണെങ്കിൽ പെട്രോളും ഇല്ല. ഇതോട്ടാവാൻ പറ്റില്ല. ചെറുപ്പ പരിപാടിയുള്ള വണ്ടി വീട്ടിലേക്ക് ഞങ്ങൾ പോകണ വഴിക്ക് കണ്ടണം. ആ വണ്ടി അറിയോ അത് കംപ്ലൈന്റ് ആയിട്ട് എടുത്തിട്ട് പോയാൽ വിചാരിച്ചേ അവിടെ വെച്ചാൽ ഓർമ്മയൊക്കെ ഉണ്ടോ.
കേരളത്തിലൊക്കെ നല്ല മാറ്റം വന്നു തുടങ്ങി. പണിയുടെ വരുന്നത് പണി എടുത്താൽ മതി. വഴിപാട് പോലെ ഒപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും നമ്മൾ നോക്കണ്ടേ അങ്ങനെ കാര്യം നമ്മൾ ഇതിൻ്റെ പിന്നാലെ നിൽക്കുന്ന വേണം. ആനകൾ നന്നാവണു, ആനകളുടെ കേട് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ മറ്റേ ഇരുന്നിട്ട് മന്ത്രവാദം ചെയ്ത് വരുത്തണമല്ല. ഓരോ കേടുകൾ നമ്മൾ അതിനനുസരിച്ച് പണിയെടുത്ത് ഇരുന്ന് ചെയ്താൽ ആര് ചെയ്താലും ഞാനിന്നല്ലെന്ന് ഏതൊരു ആനക്കാരനായിക്കോട്ടെ. ഒരാനക്കാരൻ വിചാരിച്ച ഒരു മുറിവ് ഉണക്കണമെന്ന് വിചാരിച്ചാൽ അത് ഉണങ്ങിയിരിക്കും. ഒരു അസുഖം മാറ്റണമെന്ന് വിചാരിച്ചാൽ അത് മാറി. പക്ഷെ വിചാരിക്കണം. എനിക്ക് പറയാം, എനിക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നെല്ലൊന്നുമില്ല. മറ്റതെനിക്ക് പരിമിതികളുണ്ടാവുന്നു. ഇപ്പോൾ എനിക്കൊന്നുമില്ല. എനിക്ക് പറയാം, അവരവരെ ആനകൾ പരിചയക്ക് ഇരിക്കുന്നതിന് സൗകര്യമുള്ളവർ വിചാരിച്ചാൽ മതി. അതിൻ്റെ പാട്ടക്കാരായാലും മുതലാളിമാരായാലും അവർ ചിന്തിക്കുക. അവരവരെ മുതൽ മര്യാദയ്ക്ക് ഇരിക്കുന്നത് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആൾക്കാരെ കൊടുത്ത് ആനകളെ കൊടുത്ത് അതിനുള്ള ആൾക്കാരെ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള പണി അവരെടുക്കും. അതെങ്ങനെയാ ഒരാൾക്ക് ഇപ്പോൾ ഒരു 15,000 ശമ്പളം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വന്നിട്ട് പറയും ചേട്ടാ എനിക്ക് 15,000 ഒന്നും വേണ്ട, എനിക്ക് 10,000 കിട്ടിയാൽ മതി. ഞാൻ നിന്നുണ്ട്. അവർ വേറെ പ്രത്യേകിച്ച് വേറെ നോക്കണ്ട, കുടുംബം നോക്കണ്ട, കാര്യങ്ങൾ നോക്കണ്ട, ഒന്നും നോക്കണ്ട. കിട്ടണ കാശില്ല. അപ്പം ഈ ആനനെ പിടിച്ചിട്ട് കൊമ്പിട്ട് പിടിച്ചിട്ട് നടന്നാൽ മതി. നമുക്കൊന്നും അത് പറ്റില്ലേ. നമുക്ക് കുടുംബമുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മളെ ചുറ്റുപറ്റി നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കണമെങ്കിൽ നമുക്ക് പൈസ എല്ലാം വേണം. അപ്പം പൈസ കുറവിനുള്ള പണിക്കൊന്നും നമ്മൾ പോയില്ല. നമ്മൾ പോയാൽ നമ്മളവിടെ പണിയെടുക്കും. ആ പണിയെടുത്ത് നമ്മുടെ പണി എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും. വെറുതെ ഒന്നല്ല, അത്രയധികം കഷ്ടപ്പാടുണ്ട് ആനയുടെ പണിക്ക്. ഇപ്പം എനിക്ക് കൈയുടെ ഷോൾഡറിൻ്റെ വേദന പറ്റാത്തവരുണ്ട്. ഇപ്പോൾ ഒരു വേദന രക്ഷയില്ല. അല്ലെങ്കിൽ ഞാൻ നിന്ന് കഴിയും. ഞാനൊക്കെ ആൾക്കാർ പറയണ്ട ഞാൻ യൂട്യൂബിൽ ആനപ്പണി പഠിപ്പിക്കാണെന്ന് പറയുന്നത്. വേറെ ആരെയൊന്നല്ല, ഈ കുറച്ച് ആനക്കാർ തന്നെ ഉണ്ട്. അവർ പിന്നെ എത്ര നല്ലത് ചെയ്താലും അവർക്ക് ഒന്നും അങ്ങോട്ട് ഇതാവാൻ പറ്റണില്ല. ഒന്നും പറ്റണില്ല. അവർക്ക് ആരും തിരിഞ്ഞു നോക്കണില്ല. അവരുടെ പരിപാടി അങ്ങനെയാണ്, അവരുടെ കാട്ടായങ്ങൾ അങ്ങനെയാണ്. പിന്നെ അവരുടെ കാര്യയിലും പോവുമോ? നമ്മളെ ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറുന്നു, പൂരപ്പറമ്പിൽ വളരെ വൃത്തിക്ക് പോകുന്നു, പരിപാടി എടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോട് മാന്യമായിട്ട് പെരുമാറുന്നു, പോരുന്നു. എല്ലാവരും ചെയ്ത് നോക്കി. അപ്പോൾ ആൾക്കാർ സ്നേഹിക്കും. ഞാൻ യൂട്യൂബ് കൂടെ ആനപ്പണി പഠിപ്പിക്കുന്നത്. ഞാൻ അവിടെ ആനപ്പണി പഠിപ്പിക്കുന്നത് ആരെങ്കിലും. ഞാൻ എൻ്റെ പണി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെയാണ് പണിയെടുക്കുന്നത്. എൻ്റെ രീതികൾ ഇങ്ങനെയാണ്, ഇങ്ങനെയും ആനപ്പണി ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അല്ലാണ്ട് ഞാൻ ഏതെങ്കിലും ആനക്കാരോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പണിയെടുക്കണ പോലെ നിങ്ങൾ പണിയെടുക്കണമെന്ന്? നിനക്കൊക്കെ സൗകര്യം നീ എടുത്താൽ മതി. ഓരോ ദിവസം ചെല്ലുന്നവരും ഓരോ മുതലുകൾ എന്നിട്ട് പറ്റണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ പേരും പ്രശസ്തിയുള്ള ആനകൾക്ക് ഇപ്പം നീ കുറച്ച് ആനക്കാർ അവർ ചൊറിച്ചിലന്മാരുണ്ട്, ചൊറിയന്മാരെ നിന്നോടൊക്കെ കുടിക്കാൻ പറയുന്നത്. നീയൊക്കെ ആനപ്പണി എടുത്തോ, അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇന്നലെ ഇവിടെ വന്ന് മുളച്ചവനാ. ഞാനൊക്കെ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളവനാ. ഇത്തിരി പോകുന്ന പരുവം തൊട്ടിട്ട് ഞാനൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് വളർന്ന് വന്നതാ. നീയൊക്കെ ഇത് ഇന്നലെ വന്നിട്ട് ഇന്ന് വന്ന് എന്നെ പേടിപ്പിക്കുന്നതല്ലേ. നീയൊക്കെ ആദ്യം നീ തന്ന ആനേനെയൊക്കെ മര്യാദയ്ക്ക് കയറാൻ പഠിക്കും. എന്നിട്ട് നീ എന്നെയൊക്കെ ഇതാക്കാൻ പഠിക്കും. ഞാൻ യൂട്യൂബിൽ കൂടെ ആനപ്പണി പഠിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ എന്ത് ചെയ്യണമെന്ന് നിന്നെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം, അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പൂരപ്പറമ്പിൽ കാണട്ടാ. അല്ല ഓട്ടിച്ചേട്ടാ. ഞാൻ നിന്റെ ഒന്നും ഒരു കാര്യത്തിനാ നിങ്ങളൊക്കെ കൊണ്ട് ഞാൻ വരുന്നില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുകളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുകളുണ്ട്. അവർക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10 പൊക്കമുള്ള ആനയുടെ പിന്നാലെ പോകുന്നുണ്ടോ ഇല്ലല്ലോ. ഞാൻ ഇങ്ങനത്തെ ഈ പാവങ്ങൾ ഇവറ്റകളെ നോക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവരുടെ വയ്യായികളൊക്കെ മാറ്റി കൊടുക്കുക. അവരിങ്ങനെ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മുഴ കൊണ്ടില്ല, അതിനകത്തൊക്കെ നിറച്ച് പഴുപ്പായിരിക്കും. പഴുപ്പാണ്. ആ പഴുപ്പൊക്കെ കളഞ്ഞ് അതിൻ്റെ മുറോ അതൊക്കെ മാറ്റി അത് നമ്മൾ പരിപാലിച്ച് നന്നാക്കി കൊടുക്കണം. അതിനൊക്കെ പണിയെടുക്കണം. ആൾക്കാർ പറയും പിന്നെ ചേട്ടാ പറയുന്നവർ പറയണോട്ടെ, 1000 കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പറയണ്ടെന്ന് ഓരോരുത്തരും ആവശ്യമില്ലാത്ത എന്തിനാ ഒന്ന് പറയാൻ നിൽക്കുന്നത്. ഞാൻ ഒരാരെങ്കിലും എന്തെങ്കിലും പറയാൻ പോകണ്ട. എനിക്കത് കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല.
ഇവന്മാരെന്തെങ്കിലുമൊക്കെ വന്നെങ്കിലൊക്കെ കൊസറ വർത്താനം പറയും. ഞാൻ തിരിച്ച് അവരോട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ അപ്പം കമന്റ് ഡിലീറ്റ് ആക്കി പോട്ടും. ഞാൻ തെറി പറയാനുള്ള ചീത്ത പറയാ അതൊന്നും പറയാറില്ല. മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പറയണതാണ് നീ അമ്പാടീനെ കൊന്നില്ലേ, നീ അമ്പാടീനെ കൊന്നിട്ട് അമ്പാടീനെ കൊല്ലണമെന്ന് ആരെങ്കിലും കണ്ടാ എൻ്റെ കയ്യിൽ വന്നിട്ട് നേരെ നോക്കിയിട്ട് എൻ്റെ ഇത്ര അടുത്ത് നിന്നിട്ട് സംസാരിക്കണമെങ്കിൽ 2 കണ്ണിൽ അങ്ങനെ കുത്തി പൊട്ടിക്കും. അതിൻ്റെ മുതലാളി ഉണ്ടെന്ന് ഇരിഞ്ഞേട്ടാൻ അദ്ദേഹം എന്നെ ഇന്ന് വരെ ഒരു വർത്താനം അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. ഈ ഇവനൊക്കെ വെറുതെ മിണ്ടി കഴിഞ്ഞ് ഞാൻ എന്ത് വിചാരിച്ചാൽ ഓടി വന്നിട്ട് നീ അമ്പാടിയിൽ ചെയ്തില്ല നോക്കുമ്പോൾ ഞാൻ എന്താ കണ്ട മൈക്ക് ഓടുമെന്ന് വിചാരിച്ചാൽ അത് ഞാൻ പണ്ട് ഓടിയായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ആവശ്യമില്ലടാ വൃത്തിയേട്ടവന്മാരെ വേട്ടാവളിയന്മാരെ നിന്നോടൊക്കെ ഞാൻ കാര്യം പറഞ്ഞേട്ടെ. ഇവിടെ എല്ലാ പ്രശസ്തമായ ആനക്കാരുടെ കയ്യിൽ നിന്ന് ഓരോന്ന് 2 ആനകളും 3 ആനകളൊക്കെ പോയിട്ടുണ്ട്. മനസ്സിലായി? എല്ലാവരും കയ്യിൽ നിന്ന് ആന പോയിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിൽ മാത്രമല്ല. അമ്പാടി പോയപ്പോൾ ഒരു പ്രഗത്ഭനായ ഒരു ആനക്കാരൻ അവൻ നോക്കാഞ്ഞിട്ടാണ് നല്ലൊരു മുതലായിരുന്നു, നല്ല ആനക്കുട്ടിയായിരുന്നു. അവൻ നോക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഇറക്കി നടന്നായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് അതുപോലത്തെ ഒരു ആനക്കുട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് സംഗതി കാര്യം മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു ദണ്ണണ്ട, അപ്പോൾ പോയിപ്പോൾ ദണ്ണണ്ട. അന്ന് കുറേ വർത്താനം പറഞ്ഞാൽ കണ്ടില്ല അവനോട് ഇങ്ങനെ പറഞ്ഞു. മനസ്സിലായി? അത്രേ ഉള്ളൂ. അവനവൻ്റെ മുതലും വരികയും കൊണ്ടടക്കാൻ പഠിക്കും. ഞാൻ ഇപ്പോഴും എന്ത് മോട്ടൊക്കെ അടിച്ചു അതിന് കൂട്ടിയില്ല. അമ്മയുടെ അടുത്ത് മോട്ടൊക്കെ അടിക്കും പറഞ്ഞ് കൂട്ടിയാ കൂട്ടിയില്ലടാ. കൂട്ടിയിട്ടപ്പോ ഒന്നിനും സമ്മതിക്കില്ല കേട്ടാ. അതിന് കൂട്ടിയിരുന്ന ആവശ്യമൊന്നുമില്ല. എന്നോട് പറഞ്ഞാൽ 2 ഒറ്റ വിലക്ക് മതി അവിടെ കണ്ടിരിക്കുക. ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് കുഴപ്പം, ആന വിറ്റതിന് കുഴപ്പം. ആന വിറ്റത് ഞാനാണോ എൻ്റെ അപ്പൻ്റെ അതിന് മുതലാളിയല്ലേ അതൊക്കെ തീരുമാനിക്കുന്നത്. ഞാൻ പണിക്കാരനല്ലേ, ഞാൻ എൻ്റെ പണിയെടുക്കുന്നു. എൻ്റെ ഏൽപ്പിച്ച ആനയുടെ പണിയെടുക്കുന്നു. എനിക്ക് അതിന് ശമ്പളം കറക്റ്റായിട്ട് തരുന്നുണ്ട്. അവിടെ ഉണ്ടാ ഞാൻ അവിടെ ഉണ്ടാ അല്ല ഈ കേരളത്തില് ഈ എത്ര അധികം ആനക്കാരുണ്ട്. എന്തോരം ആനക്കാർ കൂട്ടുകാർ എനിക്കുണ്ടെന്ന് അറിയാമോ. അവരൊക്കെ നമ്മളെ കാണുമ്പോഴായാലും നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എന്തോരം സ്നേഹമായിട്ടാണ്. ഈ 2-3 ചൊറിയന്മാർക്ക് മാത്രം കുഴപ്പമില്ല. അതെന്താണെന്ന് അറിയാമോ, എൻ്റെ കയ്യിൽ നീട്ടി കിട്ടാൻ കുറവാണ്. മേടിക്കും, ഞാൻ തരും. ഞാൻ വിചാരിക്കേണ്ടത് നിനക്ക് ഞാൻ തരുമെന്ന് കേട്ടാ. നീ കുറേ ആയി എന്നെ ഇതാക്കാൻ പഠിപ്പിക്കുന്നു. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ കുറേ ആയില്ലേ ഞാൻ ഇത്ര ദിവസം ഉണ്ടാകുമ്പോൾ കൊട്ടയ്ക്ക് കയറിക്കണം. വെല്ലുവിളികളൊന്നും അല്ല കേട്ടാ. ഇതൊക്കെ അപ്പപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒടുക്കി വിടണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനകളെ സ്നേഹിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനപ്പാപ്പന്മാരെ സ്നേഹിച്ചോ. ഞാൻ ഇതിനൊന്നും എതിരല്ല. ഞാൻ നിങ്ങളുടെ ഒരു കാര്യങ്ങൾക്കും ഇടപെടാനോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു കാര്യത്തിൽ പോലും ഞാൻ വരുന്നില്ല. ഞാൻ എൻ്റെ ആന എൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ എൻ്റെ പിള്ളേരായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോൾ എന്തോരം ആൾക്കാർക്ക് ഉണ്ട്, വഴി പോണ ആൾക്കാർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ഇതേപോലെ ഒരു ആനനെ കൊണ്ടുനടക്കുന്ന ഒരു ആനക്കാരനാണ്. എനിക്ക് എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആനക്കാരനാണ്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്താ കുഴപ്പം? അപ്പോൾ കുറേ സബ്സ്ക്രൈബർ ആൾക്കാർ പെട്ടെന്ന് കൂടി വരുന്നുണ്ട്. നമ്മുടെ വീഡിയോസുകൾ കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ ഉള്ളത് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു ആൾക്കാരെ എന്നെ വിളിച്ച് പറയാം, ഈ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒരു മോശമായിട്ട് എന്തെങ്കിലും പറയാൻ സംസാരിക്കുക ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ കുറേ അങ്ങനെ വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടി ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാറിയിരുന്നോ? പാഴ്സണലായില്ലേ? ആരുതാരാ
കൊണ്ട് കത്തിക്കാൻ ആന കീറിയതാണത്. വട്ടടാ ആ അങ്ങോട്ട് കറിയാൻ ഇങ്ങോട്ട് കറിയാൻ ഇങ്ങോട്ട് കറിയാൻ ഇങ്ങോട്ട് കറിയാൻ തെറ്റങ്ങോട്ട് കുടിക്കാൻ തെറ്റങ്ങോട്ട്
ഇങ്ങോട്ട് ഇറക്കിയാലാ ഓത്തുമ്പോ ചാടില്ല. നമ്മുടെ ചെറുപ്പത്തിലൂടെ കത്തിയിട്ടിരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അല്ല ലാസ്റ്റ് എല്ലാം എടുത്തോ, ചെറുത് ലാസ്റ്റ് കേട്ടോ. എല്ലാം ചെറുതാ പെട്ടെന്ന് കഴിച്ചോളൂ. നമ്മളെ പുതിയ അത് കഴിച്ചോളൂ. വയ്യാ